ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഈ ഒരു ചെറിയ വീഡിയോ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇന്ന് മാർക്കറ്റ് വന്ന സ്ട്രോങ് ഡേറ്റയെക്കുറിച്ചാണ്. മാർക്കറ്റ് എപ്പോഴും ഡേറ്റയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടത്. ഡേറ്റ എങ്ങനെയാണ് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് വലിയൊരു ഫാക്ടറാണ് ശരിക്കും. PMI ഇൻഡെക്സ് എന്ന് വെച്ചാൽ എന്താ, പ്രൈവറ്റ് മേഖലയിലെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയുടെ സ്ട്രെങ്തിനെ കുറിച്ചാണ് കാണിക്കുന്നത്. PMI ഡേറ്റ കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷമുള്ള ബെസ്റ്റ് PMI ഡേറ്റയാണ് വന്നത്. അത് കാണിക്കുന്നത് സ്ട്രോങ് പ്രൊഡക്ഷനാണ് പ്രൈവറ്റ് മേഖല നടക്കുന്നത്. അത് കാണിക്കുന്ന എക്സലൻറ്റ് എക്സ്പോർട്ടാണ് കിട്ടിവരുന്നത്. എക്സ്പോർട്ട് തൻ്റെ ബാക്ക്ലോഗ് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. കാരണം എക്സ്പോർട്ടിൻ്റെ ആ ഒരു കമ്മിറ്റ്മെൻറ്റ് തീർക്കാൻ വേണ്ടി ഹ്യൂജ് മാനുഫാക്ചറിങ് നടക്കുന്നൊരു ഒരു കാഴ്ചയാണ് നമ്മൾ PMI ഡേറ്റ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കേണ്ട കാര്യം PMI ഡേറ്റ വേറൊരു കാര്യം കൂടെ കാണിക്കുന്നുണ്ട്. സർവീസ് സെക്ടറിലുള്ള ആ ഒരു ആക്ടിവിറ്റിയിൽ സ്ലൈറ്റ് ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. പക്ഷേ ആസ് ഫാർ ആസ് മാനുഫാക്ചറേഴ്സ് കൺസേൺ എക്സലൻറ്റ് ഡേറ്റയാണ് നമുക്ക് സോഫാർ കിട്ടിയിരിക്കുന്നത്. എങ്ങനെയാണ് ഈ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്, എവിടെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്? നമ്മൾ കഴിഞ്ഞ 4 മാസത്തിൽ നമ്മൾ കണ്ടു മാർക്കറ്റിലെ ലിക്വിഡിറ്റി ഇഷ്യൂ RBIയുടെ കംപ്ലീറ്റ് സപ്പോർട്ടോടുകൂടി 2.5 ലക്ഷം 3 ലക്ഷം കോടിയുടെ ഡിഫറൻസ് ഉള്ള ലിക്വിഡിറ്റി ഇഷ്യൂ ബേസിക്കലി മാർക്കറ്റിൽ വലിയൊരളവിൽ അതിന് ആശ്വാസം നമുക്ക് കാണാൻ സാധിച്ചു. അതിനോടൊപ്പം തന്നെ ബേസിക്കലി ഇൻട്രസ്റ്റ് കുറച്ചാണ് ലിക്വിഡിറ്റി ഇഷ്യൂ വലിയ സപ്പോർട്ടീവായിട്ട് ലിക്വിഡിറ്റി ഇഷ്യൂ ഓവർകം ചെയ്യാൻ സപ്പോർട്ട് ചെയ്ത വലിയൊരു കാര്യം. അതിനോടൊപ്പം തന്നെ ബേസിക്കലി Q4 റിസൾട്ട്സ് കമ്പാരിറ്റീവ്ലി ഒക്കെ ആയിരുന്നു. അതിനോടൊപ്പം തന്നെ GDPയുടെ റിവിഷൻ കൂടെ നമുക്ക് കിട്ടി. ഇതിനോടൊപ്പം തന്നെ PMI സ്ട്രോങ് ഡേറ്റ എന്ന് പറയുന്നത് നോർമൽ മാർക്കറ്റ് കണ്ടീഷനെ സംബന്ധിച്ച് വലിയ സപ്പോർട്ടീവ് ഫാക്ടറാണ്. എസ്പെഷ്യലി നമ്മൾ Q1 റിസൾട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. Q1 റിസൾട്ട് നമ്മൾ പോകുന്ന നേരത്ത് മാനുഫാക്ചറിങ് സൈഡിൽ പ്രൈവറ്റ് കമ്പനികളുടെ മാനുഫാക്ചറിങ് സൈഡിൽ വലിയ ഗ്രോത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ എസ്പെഷ്യലി എക്സ്പോർട്സിലാണ് ഗ്രോത്ത് കൂടുതലായിട്ട് കണ്ടുവന്നത്. US എക്സ്പോർട്സ് ഹ്യൂജ് ആയിട്ടാണ് കയറിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം നമ്മൾ എവിടെ ഫോക്കസ് ചെയ്യണം? നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ക്രിട്ടിക്കൽ ഫാക്ടർ എന്ന് വെച്ചാൽ Q1 റിസൾട്ട് വരാൻ നേരത്ത് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പോയിൻ്റ് എന്നാണ് വെച്ചാൽ ഏതെല്ലാം കമ്പനികളിലാണ് പ്രൈസിൽ എസ്കലേഷൻ വരാതെ വോളിയത്തിൽ ഹ്യൂജ് എസ്കലേഷൻ വരുന്നത്. ഞാൻ എടുത്തു പറഞ്ഞു, പ്രൈസിൽ എസ്കലേഷൻ വരാതെ വോളിയത്തിൽ ഹ്യൂജ് എസ്കലേഷൻ വരുന്നത്. ഈ കമ്പനികളുടെ ഡേറ്റാബേസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ കമ്പനിയുടെ ആക്ടിവിറ്റി എന്നാണ്, അത് മാനുഫാക്ചറുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണോ, അത് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റിയാണോ? ഈ കമ്പനി ഹിസ്റ്റോറിക്കലി US-ലേക്കും യൂറോപ്പിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണോ, അതോ ബേസിക്കലി ഏഷ്യയിലേക്കും ആഫ്രിക്കയിലേക്കും എക്സ്പോർട്ട് ചെയ്യുന്ന കമ്പനിയാണോ? ശ്രദ്ധിക്കേണ്ട കാര്യം US-ലേക്കും യൂറോപ്പിലേക്കുള്ള എക്സ്പോർട്സിലാണ് കൂടുതലായിട്ട് കമ്പനികൾക്ക് പ്രോഫിറ്റ്സ് കൂടുതൽ കിട്ടുന്നത്. ബേസിക്കലി കമ്പനികൾക്ക് ഒരു പ്രൊഡക്റ്റ് മിക്സ് ഉണ്ട്. ഈ മിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി കമ്പനികളുടെ മെഷീൻ റൺ ചെയ്യാനായിട്ടുള്ള ഓർഡേഴ്സ് ബേസിക്കലി ഏഷ്യയിൽ നിന്നും അതുപോലെ തന്നെ ആഫ്രിക്കയിൽ നിന്നും കമ്പനി മാനേജ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് പാർട്ട് കമ്പനികൾ കൂടുതൽ നോക്കുന്നത് ബേസിക്കലി യൂറോപ്പിൽ നിന്നും US-ൽ നിന്നുമുള്ള ആ എക്സ്പോർട്ടിൽ നിന്നാണ് കമ്പനികൾ കൂടുതലായിട്ട് പ്രോഫിറ്റ്സ് പാർട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനിൽ പ്രൈസിൽ വലിയ ഫ്ലക്ച്വേഷൻ വരാതെ എവിടെയൊക്കെ വോളിയം ഹ്യൂജായിട്ട് എസ്കലേറ്റ് ചെയ്യുന്നു, വോളിയം എസ്കലേഷൻ വിത്തൗട്ട് പ്രൈസ് എസ്കലേഷൻ എന്ന് പറയാൻ കാണിക്കുന്നത് ആരെയൊക്കെ അക്യുമുലേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അക്യുമുലേറ്റ് ചെയ്യാൻ കഴിവുള്ള ആരാണ്? നമ്മളെ കണക്ക് റീറ്റെയിൽസിന് അത് കമ്പാരിറ്റീവ്ലി സാധിക്കത്തില്ല. സാധിക്കുന്ന വലിയ ആൾക്കാർക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പോൾ പ്രൈസിൽ വലിയ എസ്കലേഷൻ വരാതെ വോളിയത്തിൽ ഹ്യൂജ് എസ്കലേഷൻ വരുന്നെങ്കിൽ അങ്ങനത്തെ കമ്പനികൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കമ്പനികൾ ബേസിക്കലി മാർക്കറ്റ് ഒരു വീക്കായിട്ടുള്ള അവസ്ഥയിലേക്ക് ഒരു കൺസോളിഡേഷൻ പോകാനുള്ള സാധ്യത ഉണ്ട്. കൺസോളിഡേഷനിൽ നിന്നും മാർക്കറ്റ് റൈസ് വരുമ്പോൾ ഈ കമ്പനികൾ റൈസ് വരുത്തുന്ന കാര്യം പ്രത്യേകിച്ച് ഒബ്സർവ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു ഫാക്ടറാണ്. നമ്മളെ സംബന്ധിച്ച് എസ്പെഷ്യലി Q1 റിസൾട്ടിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത്, Q1 റിസൾട്ട് കടക്കുന്ന സമയത്താണ് നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് ഡേറ്റ നമുക്ക് കിട്ടിയത്. 14 months കഴിഞ്ഞ് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് ഡേറ്റയാണ് PMI ഇൻഡെക്സ് എന്ന് പറയുന്നത്. അത് ഒരു പക്ഷേ Q1 റിസൾട്ടൊക്കെ നല്ല വ്യത്യാസം വരുത്തിയാൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ് എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ഇരിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം, വിത്തിൻ 1 വീക്കോടുകൂടി കമ്പനികളുടെ ബിസിനസ് റിപ്പോർട്ട്സ് NSE പോസ്റ്റ് ചെയ്യാൻ തുടങ്ങും. ഈ ബിസിനസ് റിപ്പോർട്ട്സിനെ ഫോളോ ചെയ്യുക. അതിൻ്റെ തന്നെ കമ്പനികളെ നല്ല റിസൾട്ട് കൊടുക്കുന്ന ബിസിനസ് കൊടുക്കുന്ന കമ്പനികളിൽ എന്തൊക്കെ മാത്രം ഡെവലപ്പ് വരുത്തുന്നത് മനസ്സിലാക്കുക, ഫോളോ ചെയ്യുക. താങ്ക് യു സോ മച്ച്. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കണ്ടുപിട്ടാം. സൈനിങ് ഓഫ്.